ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ആ മഞ്ഞൊക്കെ ഒന്ന് മാറി ആ സൂര്യൻ്റെ പ്രകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന സമയമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു ഗ്ലാസ് കോഫിയും എടുത്ത് ഞാൻ ഈ പച്ചപ്പും ആ തെളിഞ്ഞു വരുന്ന സൂര്യപ്രകാശവും ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മൂവാണ്ടൻ മാവ്. നല്ല പ്രായമായ മാവാണ് കേട്ടോ. നല്ല തേൻ മധുരമുള്ള മാങ്ങയൊക്കെ ഇതിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം മാങ്ങയൊക്കെ ഇതിലായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ കോഫി പൊടിയാണ് കേട്ടോ ഇത്. അതുവഴി ഇതുവഴി എല്ലാം കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഈ പടിയേൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കോഫി ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുക ഒരു വല്ലാത്ത രസമാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവും കൂട്ടത്തിലൊരു പുഴുങ്ങിയ മുട്ടയുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചതിന് ശേഷം അടുക്കളയിലെ ചെറിയ ചെറിയ ജോലിയെല്ലാം ഒതുക്കി അപ്പോഴത്തേക്ക് ഇതാ തണ്ണിമത്തനെടുത്ത് ജ്യൂസ് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്ത് ഇതുപോലെ എല്ലാം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം വൃത്തിയായിട്ട് കിട്ടും. ഒരു കഷ്ടപ്പാടില്ലാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഇട്ട് നമ്മൾ മറ്റേ ഈ ജ്യൂസ് കടയിലൊക്കെ കിട്ടുന്ന പോലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സ്പൂണിട്ടൊന്ന് കുത്തി കുത്തി എടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം. അല്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ജ്യൂസായിട്ട് ജ്യൂസാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് ജ്യൂസ് റെഡി. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം അമ്മ ഉണക്കത്തേങ്ങ എടുത്തപ്പോൾ അതിലതാ പൊങ്ങെന്ന് പറഞ്ഞ സാധനം ഇത് കേട്ടോ. ചെറിയൊരു പൊങ്ങ് കിട്ടി, അത് കഴിച്ചു. അത് കഴിഞ്ഞതാ ഞാൻ വെള്ളം കുടിക്കാനെടുത്തു. അമ്മ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്തൊരു ടേസ്റ്റാണ്. നല്ല പുളിയുണ്ട്, നല്ലതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്ക് ലഞ്ച് റെഡി ആയായിരുന്നു. നമ്മുടെ ബീട്രൂട്ട് തോരൻ, അച്ചാർ, മോരുകറി, മീൻ കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ കറികൾ. അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ടൊന്ന് കഴിച്ചു. അതായത് ദിവസത്തെ പ്ലാനുകളെല്ലാം എഴുതി സൂക്ഷിക്കുന്ന എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ ഇന്നത്തെ പ്ലാനുകളൊക്കെ എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതെല്ലാം എനിക്ക് ശരിയാക്കി എടുക്കണം. അത്യാവശ്യം ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എന്തൊക്കെ ചെയ്യണം അതൊക്കെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. അതിനുശേഷം ഹെയർ ഓയിലിംഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇന്നലെ ഹെയർ വാഷ് ചെയ്യാത്ത ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നമ്മുടെ കാച്ചെണ്ണ ഇട്ട് നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണേ. സ്കാൽപ്പും ലെങ്തും എൻഡും ഒക്കെ. അപ്പോൾ ഈ മുടിയുടെ എൻഡിലുണ്ടല്ലോ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലുണ്ടല്ലോ മുടിയുടെ എൻഡ് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മുടിയുടെ എൻഡ് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോയാൽ എന്താ പറ്റുക? മുടിയുടെ നമ്മുടെ ഈ തുടക്കം തൊട്ടുള്ള ലാസ്റ്റ് വരെയുള്ള ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ അതിങ്ങ് എൻഡ് വരുമ്പോഴത്തേക്ക് കുറേശ്ശായിട്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു ബണ്ണ് കിട്ടി ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊരു ചായ ഇടുകയാണ് കേട്ടോ. ചായയിൽ തിളപ്പിക്കുമ്പോൾ ഇഞ്ചി മസ്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഞ്ചിയും ഏലക്കയും ചതച്ചിട്ട് ചായ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വൈകിട്ടത്തെ ഫുഡ് റെഡിയായി. എന്താണ് വൈകിട്ടത്തെ ഫുഡെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ബീട്രൂട്ട് തോരനും മത്തി വറുത്തതും അച്ചാറും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കിടക്കുകയാണ്. ഹെയർ കെയർ ചെയ്യുന്നില്ല കേട്ടോ. കാരണം മുടി അത്യാവശ്യം നനഞ്ഞിരിക്കുക ആയതുകൊണ്ട് ഹെയർ കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. മുടി ടൈറ്റായിട്ട് കെട്ടി വെക്കാറും ഇല്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയറിലേക്ക് കിടക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ.